മനുഷ്യക്കടത്തിനിരയായി റഷ്യയിലെത്തിയ 3 മലയാളികളെ യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ നിയോഗിച്ചു. വെടിവെപ്പിലും മൈൻ സ്ഫോടനത്തിലും ഗുരുതര പരിക്കേറ്റ ഒരാൾ ചികിത്സയിൽ. തട്ടിപ്പിനിരയായി യുദ്ധമുഖത്തെത്തിയ യുവാവ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മീഡിയ വണ്ണുമായി പങ്കുവച്ചത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രിൻസ് സെബാസ്റ്റ്യൻ, വിനീത് സെൽവ, ടിനു പനിയടിമ എന്നിവരാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയത്. റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളിയായ ഏജന്റ് പ്രിയൻ ഇവരെ സമീപിച്ചത്. ഇതിനായി ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു. റഷ്യയിലെത്തിയപ്പോഴാണ് നടന്നത് യുദ്ധഭൂമിയിലേക്കുള്ള മനുഷ്യക്കടത്താണെന്ന് തിരിച്ചറിഞ്ഞത്. യുദ്ധത്തിൽ വെടിയേറ്റും മൈൻ പൊട്ടിയും പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിലുള്ള പ്രിൻസ് സെബാസ്റ്റ്യനുമായി മീഡിയ വൺ സംസാരിച്ചു. വെടിയേക്കുകയും കാലിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എന്നിട്ട് ഞാൻ എത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടുത്തെ അവസ്ഥയിൽ എങ്ങനെയും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മണ്ണിൻ്റെ അടിയിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ സ്വന്തം റിസ്കിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. വിനീതും ടിനുവും ഇപ്പോഴും യുദ്ധഭൂമിയിലാണ്. വിനീത് അയച്ച ശബ്ദ സന്ദേശത്തിൽ വെടിയൊച്ചകൾ കേൾക്കാം. ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് പോക്കൊണ്ടറിയാലേ. യുവാക്കളുടെ ബന്ധുക്കൾ കടുത്ത ആശങ്കയിലാണ്. ഇന്ത്യക്കാരെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തിയതിന് 3 മലയാളികളടക്കം 19 പേർക്കെതിരെ CBI കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയാളികളെയും ഈ സംഘം തട്ടിപ്പിനിരയാക്കി റഷ്യയുടെ കൂലിപ്പട്ടാളമാക്കിയ വാർത്ത പുറത്തുവരുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം.